ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സായി കിച്ചൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ക്ലീനിങ് ആണ്, ഫിഷ് ക്ലീനിങ്. അതായത് എനിക്കിന്ന് കിട്ടിയത് ഞണ്ടും പിന്നെ വേറൊരു ചെറിയൊരു മീനുണ്ട്. അയക്കൂറൻ്റെ കുട്ടിയാണ് കിട്ടിയത്. അതും ക്ലീൻ ചെയ്യുന്നതാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനതിൻ്റെ കാല് കളഞ്ഞ് അതിൻ്റെ തോട് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഭാഗവും കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തതാണ് ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് മാറ്റി വെക്കണം. അതുപോലെ എല്ലാ ഞണ്ടും അതേപോലെ ഈ ചെറിയ കാലുകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അതൊക്കെ കളഞ്ഞ് അതിൻ്റെ വലിയ കാലുകളെ നമ്മൾ എടുക്കും. ഈ പുറത്തുള്ള ഈ ഭാഗവും കളഞ്ഞ് അതിൻ്റെ പൂവ്, പിന്നെ അപ്പുറത്തെ സൈഡിലുള്ള വേസ്റ്റുകൾ, ഞണ്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. അതിലൊരു ചെറിയ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പൊളിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ഞണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല ഇറച്ചിയുള്ള ഞണ്ടായിരുന്നു. അതുപോലെ എല്ലാ മീനും ഒരു 1/2 കിലോ ഞണ്ടാണ് ഞാൻ വാങ്ങിയത്. അത് ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഒന്ന് സഹായിക്കണേ. അതുപോലെ എല്ലാ ഞണ്ടും ഞാൻ വൃത്തിയാക്കി എടുത്ത്. ഇതൊക്കെ കളയേണ്ട സാധനങ്ങളാണ്. ഇതിലെല്ലാ ഭാഗവും കളഞ്ഞ് അതിൻ്റെ തോടും അതിൻ്റെ ബാക്ക് വശവും ഇത് പൊളിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഈ പൂവിൻ്റെ ഭാഗവും എല്ലാം കളഞ്ഞ് പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റും. എത്ര മീൻ മുറിക്കാൻ അറിയാത്ത ആൾക്കും ഈ ക്ലീനിങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ എല്ലാതും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു. പെട്ടെന്ന് അതിൻ്റെ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് കൈയോട് തൊടുക്കുമ്പോൾ തന്നെ അതിങ്ങ് വരും. ഇത് എല്ലാം തോലും അതിൻ്റെ വേസ്റ്റും എല്ലാം കളഞ്ഞ് ഞണ്ടാണിത്. അത് നല്ല പൈപ്പിൽ കാണിച്ച് 5-6 വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടാൽ നല്ല വൃത്തിയായി അടിപൊളിയായിട്ട് കറി വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇറച്ചിയുള്ള ഞണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വേറൊരു മീൻ ഇതാണ്. നമ്മളിത് അയക്കൂറൻ്റെ കുട്ടിയാണ്. ഈ അയക്കൂറൻ്റെ കുട്ടിയെ നമ്മളെ നാട്ടിൽ കണ്ണൂരുകാർ പറയുന്നത് ബരിയെന്ന്. നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ അത് നമ്മളിങ്ങനെ അതിൻ്റെ തലയും സൈഡിലുള്ള ചിറകും എല്ലാം ഈ തല മുറിക്കുന്ന സമയത്ത് അതിൻ്റെ വായിൻ്റെ അകത്ത് ഒരു നെത്തോലി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നെത്തോലി തിന്നുന്ന സമയത്താണ് എനിക്ക് അതിനെ പിടിച്ചിട്ടുണ്ടാകും. പഠിച്ചവൻ്റെ വിധി ഇതാണ്. നമുക്ക് തൊണ്ടയിൽ വായിലിട്ടാൽ മാത്രം പോരാ, അത് ഇറക്കാനുള്ള ഭാഗ്യം കൂടി വേണം എന്ന് പറയാറില്ലേ. അതാണ് എനിക്ക് ആ മീൻ കണ്ടപ്പോൾ തോന്നിയത്. ആ മീനിനെ ആ നെത്തോലി ഇറക്കാനുള്ള ഭാഗ്യം അതിന് കിട്ടിയിട്ടില്ല. അതിന് മുന്നേ അതിൻ്റെ ജീവൻ പോയി. അപ്പോൾ അത് അതിൻ്റെ തലയും ഇതുപോലെ കുടൽ എല്ലാ ഈ മീനിൻ്റെ കുട്ടിൻ്റെ വായിലും അങ്ങനെ ഒരു മീനുണ്ടായിരുന്നു. അതൊക്കെ മുറിച്ചെടുത്ത് ഇതുപോലെ 2 സൈഡിലുള്ള ചിറകും പിന്നെ അതിൻ്റെ പുറത്തുള്ള ചിറകും എല്ലാം മുറിച്ചെടുത്ത ശേഷമാണ് ഞാൻ തല ഭാഗത്തുനിന്ന് വായു ഭാഗത്തുനിന്നാണ് ഞാൻ മുറിച്ച് ഇങ്ങനെ താഴോട്ട് മുറിച്ച് അതിൻ്റെ വേസ്റ്റ് ഭാഗം മുറിച്ച് കളഞ്ഞ് എടുക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ മീൻ മുറിക്കുന്നതെന്ന് പറയണേ. അത് 4 എണ്ണമാണ് ഈ മീൻ കിട്ടിയത്. എൻ്റെ മോൾക്ക് ഞണ്ട് പറ്റാത്തതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ വാങ്ങിയതായിരുന്നു ഈ മീൻ. നമ്മളെല്ലാം ഞണ്ട് തിന്നുമ്പോൾ അവൾക്കിത് കഴിക്കാമല്ലോ. ഇത് പൊരിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ വലിയ മീൻ അയക്കൂറ മീൻ ബിരിയാണി വെക്കാനും പൊരിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതും അതുപോലെ പൊരിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ മീൻ, ഈ ചെറുതായതുകൊണ്ട്. പക്ഷേ ഇത് പൊരിച്ചാൽ അടിപൊളി മീനാണ് കേട്ടോ. അതിൻ്റെ തലക്കുള്ള ഭാഗത്തുനിന്ന് പറിച്ച് ആ വയറുഭാഗം ഫുള്ളും വേസ്റ്റ് പുറത്തെടുത്ത്, അപ്പോൾ ആ മീൻ മുള്ളിൻ്റെ നടുക്കൊരു കറുത്ത ഭാഗമുണ്ട്, അതും കൂടി എടുത്ത് വൃത്തിയാക്കി എടുക്കുന്ന ഞാനിങ്ങനെ മീൻ മുറിച്ച്
വേസ്റ്റൊക്കെ കളയുന്നത്. എല്ലാ മീനും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നല്ല വൃത്തിയിൽ പൈപ്പിൽ കാണിച്ചിട്ട് തന്നെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, അഭിപ്രായം പറയണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. ഈ മീനും കൂടി അതുപോലെ വൃത്തിയാക്കി എടുക്കുന്നതാണ്. ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ വേസ്റ്റിങ് വരും. പിന്നെ ആ മുള്ളിൻ്റെ ഉൾഭാഗത്തിലൊരു കറുത്ത ഭാഗമുണ്ട്, അതും കൂടി കളഞ്ഞ് നല്ല വൃത്തിയിൽ ഒരു 5-6 വെള്ളം കഴുകി വൃത്തിയാക്കി എടുത്തു. നല്ല വൃത്തിയാക്കി എടുത്ത് ഞണ്ടിൻ്റെയും പിന്നെ ഈ മീനിൻ്റെയും വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ നല്ല ചുരണ്ടി എടുത്ത് അതിൻ്റെ ഉൾഭാഗം ഫുള്ള് നല്ല ക്ലീനാക്കി എടുക്കണം. എല്ലാ മീനും ഇതേപോലെ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് എത്ര മീൻ മുറിക്കാൻ അറിയാത്തവർക്കും ഈ വീഡിയോ ഉപകാരമാകുമെന്ന് കരുതുന്നു. ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണേ.